നമ്മളൊന്നുകൂടി കോന്നിയിലേക്ക് പോകുന്നു. അവിടെ കോന്നിയിൽ പാറമടയിൽ അപകടം. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ച് 2 തൊഴിലാളികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഓപ്പറേറ്റർ അജയ് റായ്, സഹായി മഹാദേശ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. സുജിത് സുരേന്ദ്രൻ തുടരുന്നു. സുജിത്ത്, എങ്ങനെയെങ്കിലും ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ആൾക്കാർക്കെങ്കിലും കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല എന്നുള്ളതാണ് ഹഷ്മി ഏറ്റവും പ്രധാനമായിട്ടും. അവിടേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ പാറ ഇപ്പോഴും നമ്മളിവിടെ എത്തി നിൽക്കുമ്പോഴും പാറ ഇടിയുന്നു. കൂടുതൽ മണ്ണ് താഴേക്ക് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് അനുസരിച്ച് കൂടുതൽ പാറ വരുന്നു. ഈ കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുമുള്ള യൂണിറ്റുകൾ എത്തിയതിനു ശേഷം ഏതാണ്ട് 4 തവണയിലേറെ പാറ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങി ഇവരെ ഈ ഹിറ്റാച്ചിയിലുള്ള ഡ്രൈവറെയും അതുപോലെ തന്നെ ഹെൽപ്പറെയും അനുമതിയിലുണ്ട് എന്നാണ് പറയുന്നത്. അവരെ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യം ഫയർഫോഴ്സ് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ യൂണിറ്റുകൾ എത്തി ഏത് രീതിയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. പക്ഷേ ഇവിടെ ഈ ക്വാറി പ്രവർത്തിക്കുന്ന കൊണ്ട് ഒരു വിഭാഗം പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് 2026 വരെ ഇതിന് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. 5 മാസങ്ങൾക്ക് മുമ്പാണ് ആ ലൈസൻസ് അനധികൃതമാണ് എന്ന ആക്ഷേപവും ആരോപണവുമായിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകൾ ഇപ്പോൾ രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8ഓളം ക്വാറികളാണ് ഈ പഞ്ചായത്തിൽ മാത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ്. ആരുടെ പാറമടയാണ് ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പാറമടയാണ്. അത് ലീസിനെടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഹഷ്മി. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ പ്രവർത്തനം അനധികൃതമാണ് എന്ന് ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അതിന്റെ ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു വിശാലമായ ഭൂമിയാണ്. അവിടെയാണ് ഈ ഏറെക്കുറെ ഇവിടെ മുഴുവൻ തന്നെ പാറ പൊട്ടിച്ച് നീക്കം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഈ പാറ പൊട്ടിച്ച് അപകടം നടന്ന സ്ഥലത്ത് മാത്രം ആ ഭാഗത്ത് മാത്രമായിട്ടാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു അനുമതിക്കുള്ള സാധ്യതകളില്ല. ഇത് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതിനുള്ള ഒരു വിവരം ലഭിക്കുമ്പോൾ അവരെ രക്ഷാപ്രവർത്തനത്തിലുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്തതാണ് ഒരു വലിയ വെല്ലുവിളിയാകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തിയതിനു ശേഷം മാത്രമേ വേണ്ട 3 തവണയിലേറെ ഇവിടേക്ക് ഇപ്പോൾ പാറ വീണ്ടും ഇടിഞ്ഞു വീണിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കിടക്കുന്ന ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ അവിടെ അതിന് മുകളിലേക്ക് വന്ന് വീണിരിക്കുന്ന ആ പാറ പൊട്ടി വീണ്ടും കീറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് വീണ്ടും ഇനി കൂടുതൽ പാറ താഴേക്ക് മേലിലേക്ക് വീഴുകയാണെങ്കിൽ ആ പാറ പൊട്ടി വീണ്ടും കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള ആളുകളെ നീക്കം ചെയ്യുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്നുള്ള കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയുമാണ്. ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് ഓഫീസറോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതും ഈ സമാനമായി ഈ ഹിറ്റാച്ചി അങ്ങോട്ടേക്ക് പോയ വഴി ഏതാണ്? ഈ പാറയിടിഞ്ഞ വഴിയില്ലാതായതാണോ? ഇതെങ്ങനെയാണ് ഹിറ്റാച്ചി അവിടം വരെ എത്തിപ്പെട്ടത്? എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കോ ആൾക്കോ ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ ചെങ്കുത്തായിട്ട് കിടക്കല്ലേ ഏക്കർ കണക്കിനുള്ള ഈ പാറമട. ഏക്കർ കണക്കിനൊക്കെ ഇത്രയും വിശാലമായ പാറമടയൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു സുജിത്ത്. അതെ ഹഷ്മി, ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കും ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഈ ഉണ്ടാക്കിയ ഒരു വഴി, അതായത് പാറ പൊട്ടിച്ച് നീക്കുന്നതനുസരിച്ച് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ പാറ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ വഴിയിലൂടെയാണ് ആ ഹിറ്റാച്ചി അവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അത് അവിടേക്ക് എത്തുക എന്ന് പറയുന്നതിന് വഴി ഏറെ പാറ ദുർഘടമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളിലുള്ളത് അവിടേക്ക് പാറ ഈ പൊട്ടി വീണ് ആ വഴി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പാറക്ക് ആ ഹിറ്റാച്ചി നിൽക്കുന്ന അവിടെ വരെ മാത്രമാണ് വഴി ഉള്ളത് എന്നുള്ളതാണ്. ഈ അവിടെ നിന്നും പാറ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ആ ഹിറ്റാച്ചി അതിന്റെ അല്പഭാഗങ്ങൾ മാത്രമേ പുറത്ത് കാണാനുള്ളൂ. അതിന്റെ ബഹുഭൂരിപക്ഷം ഭാഗവും കനത്ത പാറയ്ക്കടിയിലാണ്. അതിനകത്ത് 2 പേരുണ്ട്. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവരെ ജീവനോടെ രക്ഷിക്കാൻ തന്നെ കഴിയട്ടെ.